ഹലോ ഹലോ ഹലോ, ഇത് മാംസം വിൽക്കുന്ന ആളാണോ? കൂടുതൽ വലിയ സാഹിത്യമൊന്നും വേണ്ട. അർത്ഥം മാറിപ്പോയ ആളുകൾ വേറെ വല്ലതും വിചാരിക്കും. ഇറച്ചിക്കട ആണോന്ന് മാത്രം ചോദിച്ചാ മതി കേട്ടാ. പിന്നെ ഇപ്പൊ കിലോ എങ്ങനെയാ? കിലോ പഴയതുപോലെ തന്നെ 1000 ഗ്രാം 1 കിലോ. അയ്യോ അതല്ലെന്നേ, പിന്നെ ഇപ്പൊ ഇറച്ചിക്ക് കിലോ എന്നാ വിലയാ? അത് എന്തിനാണ് ഈ ഫോണിൽ കൂടെ പറയുന്നത്? നമുക്ക് നേരിട്ട് വാ സംസാരിക്കാം. അത് ശരി. അപ്പോഴേ ഇപ്പൊ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ. ഒരുപാട് ഒരു സെക്കൻഡ് മുതലാളി, ഇപ്പൊ കോഴിയിട്ട ചൂട് മുട്ട എവിടെ വയ്ക്കട്ടെ? അവിടെ ഞാൻ വെച്ചിട്ട് പോടാ. പറ. അസുഖങ്ങളുള്ള സമയം. അസുഖങ്ങളുള്ള സമയമല്ലേ? അപ്പൊ നിങ്ങളുടെ കോഴിക്ക് പനിയോ വല്ലതും ഉണ്ടോ? അയ്യോ, എന്റെ കോഴിക്ക് പനിയും പല്ലുവേനയും തലവേനയും ജലദോഷവും വയറിളക്കോ ഒന്നും വരൂല. അതെന്താ? ദിവസവും രാവിലെ ഞാൻ പാരാസെറ്റമോൾ കൊടുക്കും. അയ്യോ, എങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി, ആയിക്കോട്ടെ. നേരിട്ട് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. ശരി. ഓക്കെ, ആയിക്കോട്ടെ. കയറി തൊടേടാ തൊട. എനിക്കറിയാലോ, മുതലാളി വിളിച്ചു കാണിക്കണം. എടാ അതല്ല പറഞ്ഞത്. ഇത് അത്രയും മൂട്ടിലായിരുന്നു തുടയ്ക്കാൻ അങ്ങോട്ട്. അങ്ങനെ എന്തോന്നടാ നീ ഇങ്ങോട്ട് വന്നാണ്? ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ചെറുക്കനായോണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കണത്. എന്നിട്ട് നിൽക്കണം നിപ്പുവൊക്കെയാണ്. അപ്പോഴത്തേക്കും കലവം പിണങ്ങി. ഇങ്ങോട്ട് വാടാ. നമുക്ക് പ്രത്യുൽപാദനം നടത്തണ്ടേ? അങ്ങനെയാണോ കണ്ടേക്കുന്നത്? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. അതല്ലേ പറഞ്ഞത്. ഇങ്ങോട്ടൊക്കെയാണ് നമുക്ക് കോഴിയുടെ മുട്ട അട വെക്കണ്ടേ? ഇന്ന് നാടൻ കോഴിയുടെ അടമുട്ട വെച്ചാലല്ലേ പഞ്ചായത്തിൽ നിന്ന് ആള് വരുമ്പോ നോക്കി പൈസ കിട്ടുള്ളൂ. മുതലാളി എപ്പോഴും എന്നെ മണ്ടാന്ന് വിളിക്കൂലേ? അതൊക്കെ ഞാനേ മുതലാളി ആകാശത്ത് കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതൊക്കെ എപ്പോഴേ വെച്ച് ഒരു 10-20 അട വെച്ചാ 4 എടാ 20 എണ്ണമെങ്കിലും വെച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ. അല്ല മുതലാളി, മുതലാളിയുടെ കാറിന് 4 ടയറിലേ ഉള്ളു. അപ്പൊ 4 മുട്ട അട വെക്കാൻ പറ്റൂ. ദൈവമേ, എന്റെ ഈ ഫാം ഈ വിത്തുപാട് എടുക്കുന്നതിന്റെ പ്രധാന കാരണം ഈ മണ്ടനാണ്. എടാ നിനക്ക് മര്യാദക്ക് ജോലി ചെയ്താൽ എന്താണ് കുഴപ്പം? ഇതുപോലെ തന്നെയാണ് ആ സുരേന്ദ്രനും. എന്ത് പറഞ്ഞാലും അങ്ങ് ചൂടാവും. അങ്ങനെ കൂടെ വന്നാ പിന്നെ രാവിലെ എന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ഒരു ഡ്രസ് ചെയ്ത കോഴിയെ കൊടുക്കാൻ. നീ കൊടുത്താ? പിന്നെ കൊടുത്ത് ഞാൻ മുതലാളിയുടെ ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു നല്ല പടം എടുത്തു കൊടുത്തിരുന്നത്. ഡ്രസ് ചെയ്ത ഏറ്റവും നല്ല കോഴി ഇവിടുത്തേതാണ്. മാന്യനായ ഒരാളാണ്. ഭയങ്കര മാന്യതയാണ് അങ്ങേർക്ക്. ഒരു മാന്യതയില്ല. അന്നാളൊരു ദിവസം മുതലാളി എന്റെ അടുത്ത് പറഞ്ഞ ആ പ്രസാദിന്റെ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ കറി മേടിച്ചോണ്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞു പോയി ചിക്കൻ കറി വാങ്ങിച്ചോണ്ട്. അപ്പൊ ചെന്നപ്പോ സുരേന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അങ്ങേരെ കടയിലെ പ്രസാദിന്റെ അടുത്ത് പറയാണ് ഒരു ഫുൾ ചിക്കൻ തിന്നാൻ താന്ന്. അയ്യേ, ഈ പുഴ പപ്പും പൂടെ എല്ലാം കൂടെ എങ്ങനെയാണ് തിന്നും? എടാ മണ്ട, അങ്ങനെ ഫുൾ കോഴി എന്ന് പറഞ്ഞ വേറൊന്നുമല്ല. കോഴിയുടെ പപ്പും പൂടെയൊക്കെ കളഞ്ഞിട്ട് അതിനെ പൊരിച്ച ഒരു ഫുൾ കോഴി. അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞല്ലേ? പണഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ എന്തിനാണ് 2000 കോഴിയുടെ ഓർഡർ വന്നപ്പോ കാടക്കോഴി കൊടുത്തു? ഈ കാര്യത്തിൽ മുതലാളി എന്നെ തെറ്റിദ്ധരിക്കരുത്. മുതലാളി പറഞ്ഞു തരുന്ന കാര്യമെല്ലാം ഞാൻ തലയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. മുതലാളി എന്നെ പറഞ്ഞത് 1000 കോഴി കരക്കാടേന്ന്. അപ്പൊ 2000 കോഴിക്ക് ഒരു കാട പോലെ മതി. അത് മതി കേട്ടാ. പോടാ, കേറി പോടാ. എന്റെ അടുത്ത് ആവശ്യമില്ലാത്തരും വിരലുണ്ടരുത്. മാറ്റിപ്പിടിയടാ. മാറ്റിപ്പിടിയടാ. ഇല്ലെങ്കിൽ വിരലിന്റെ അറ്റത്ത് കൊഴുത്തിട്ടായിരിക്കണം. ഭയങ്കര ശരി തന്നെ. ഈ കൈവച്ച രാവിലെ എന്താടാ നീ കുളിച്ചിട്ട് എത്ര ദിവസമായടാ? ഞാൻ ദിവസവും കുളിക്കാറുണ്ട്. ഇല്ല, നീ കുളിക്കുന്നില്ല. ഞാൻ ദിവസവും കുളിക്കാറുണ്ട്. അതൊക്കെ നീ എന്നെ കണ്ടു പഠിക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ നോക്ക് വേണ്ട, ഞാൻ എപ്പോഴും ഫ്രഷാണ്. രാവിലെ എഴുന്നേറ്റ കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അമ്പലത്തിൽ പോയി ചന്ദനം തൊട്ട് ഇവിടെ വന്ന് കോഴിക്കാട്ടം വാരക്കോണ് മതി. പൊക്കോ, എനിക്ക് കുറച്ച് കണക്കുകൾ നോക്കാണ്ട്. നീ പോയി കോഴി മുട്ടയിടുന്നാ നോക്ക്. പോ. ഈശ്വരാ, 1450 2025. അയ്യോ, തെറ്റിച്ച്. എന്താടാ? പോടാ. 1450. ദൈവമേ, കടം കയറി മുടിയേ. എന്താടാ? അല്ല, നേരത്തെ മോലാളി കണക്ക് വെക്കൊണ്ടിരുന്നപ്പോ ഞാൻ വന്ന് മോലാളിനെ വിളിച്ച് തെറ്റിച്ചില്ലേ? അതിന് മാപ്പ്. 2250. മോലാളി, ചിക്കൻ കടായി എങ്ങനുണ്ട്? സൂപ്പറാണ്. നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അപ്പൊ ചിക്കൻ കടായി. ഇങ്ങനെ മറ്റേ സുരേന്ദ്രൻ വന്ന് മേടിച്ച 150 കോഴിയില്ലേ, അത് കടായി. എന്നെ നശിപ്പിക്കാൻ വേണ്ടി എടാ നിനക്ക് ഞാൻ വെറുതെ ആണോ പണിയെടുപ്പിക്കണത്? നിനക്ക് ഞാൻ ദിവസവും 100 രൂപ വെച്ച് തരുന്നില്ലേ? ഏതൊക്കെയോ ദിവസങ്ങളില്ല ഇവന് കൃത്യമായി ശമ്പളം കൊടുക്കുന്ന ഒരു പണിക്കാരനാണ് ഞാൻ. ഇങ്ങോട്ട് വാ.
നീ ഇന്നാളെ എന്തോ ബൂർഷ എന്നൊക്കെ എന്നെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലേ? ബൂർഷാന്നാ? ആ. എങ്ങനെ ബൂർഷാന്ന് വിളിക്കാതിരിക്കും? ഞങ്ങളെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. മുതലാളിമാർ തൊഴിലാളിയോട് തട്ടിക്കറാൻ പാടില്ല. ഈ കോഴിക്കടയിൽ നിൽക്കുന്ന ഓരോ തൊഴിലാളികളും ഞങ്ങൾ പുന്നപ്പുറയും വയലാറും വിപ്ലവത്തിന്റെ പുതിയ മോങ്ങടിച്ച് ഇവിടെ ആ പുന്നപ്പുറ വയലാറിന്റെ പൈസ ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. മനസ്സിലായടാ മരപ്പട്ടി? മനസ്സിലായ? എന്താ വിളിച്ചേ? മരപ്പട്ടിന്ന്. മരപ്പട്ടിന്ന്? ആ മരപ്പട്ടിന്ന്. എന്നെ? ആ നിന്നെ തന്നെ. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ആ പറ. സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്നില്ല. പറ. എന്നെ വഴക്ക് പറയൂ? ഒന്നും പറയില്ലടാ, പറഞ്ഞോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടൂ. നിന്നെ എന്തിനു പറഞ്ഞു വിടുന്നു? നീ സത്യം പറയടാ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എങ്കിൽ സത്യം ചെയ്യും. സത്യം ചെയ്യും. അമ്മച്ചാണോ സത്യം? ഒന്നും ചെയ്യില്ല. അമ്മയാണോ? മോലാളിയുടെ അമ്മയെ കൊണ്ടാണ് സത്യം ഇട്ടേ. അമ്മയെ കൊണ്ട് സത്യം ഇട്ട. മരപ്പട്ടി മോലാളിയുടെ അച്ഛൻ. പാർട്ടി ക്ലാസ്സിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മരപ്പട്ടി എന്ന് വിളിച്ചാൽ തന്തയ്ക്ക് വിളിച്ചോളായി. അപ്പൊ പിന്നെ നീ എന്തിനാ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത്? അത് മോലാളി ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് പാർട്ടിക്കാർ ജോലി തരില്ലല്ലോ. എന്റെ ദൈവമേ, ഇവന്റെ കാര്യം. എടാ നീ കഴിഞ്ഞ ആഴ്ച ഞാൻ 25 കോഴിക്കുഞ്ഞുങ്ങളെ തന്നിട്ട് അതിന് കുത്തിവെപ്പിക്കാൻ പറഞ്ഞ. അത് മോലാളി മനസ്സിലാക്കണം. എന്റെ അപ്പൂപ്പൻ നാരായണപിള്ള പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം. ഈ പശുവിനെ മൃഗങ്ങളെ ഒന്നും കുത്തിവെക്കേണ്ട, ചവിട്ടിച്ചാ മതിയെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ചവിട്ടിച്ച കോഴിയെ. ചവിട്ടി കൊന്നു നീ. ഇത് നിന്റെ അപ്പൂപ്പ എവിടെ പോയി? അച്ഛൻ അപ്പൂപ്പൻ ചത്തുപോയി. എങ്ങനെയാ? അമ്മൂമ്മ ചവിട്ടി കൊന്നു. എങ്ങനെ കൊല്ലാതിരിക്കും? ഇതല്ലേ സ്വഭാവം. മനസ്സിലായ? എടാ പോയി അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. ആ കോഴിയുടെ ഇതൊക്കെ നോക്കടാ. അപ്പൊ മോലാളി ഞാൻ പോയി കോഴിപ്പിണ്ടന്മാരാ. ഇനി വന്നാണ് കോഴിപ്പിണ്ടോന്ന് പറയൂല. പിന്നെ ആനപ്പിണ്ടം, പശുവിന് ചാണകം, പക്ഷികൾക്ക് കാഷ്ടം. അങ്ങനെ അയ്യോ, നമ്മൾ ഇതിലൊന്നും ഗവേഷണം നടത്തിയിട്ടില്ലേ പൊന്നു സാറേ. നീ സാറേ എന്ന് വിളിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എന്താണ്? ഇനി തൊട്ട് നിന്നെ ഞാൻ സാറേ എന്നേ വിളിക്കുള്ളൂ. എന്നെയാ? നിന്നെ ഞാനൊരു തൊഴിലാളിയാണ്. മുതലാളി എന്നെ വിളിക്കട്ടെ. ഞാൻ മുതലാളി സാറേ എന്ന് ഇല്ല, വിളിച്ചു. നിന്നെ ഞാൻ സാറേ വേണ്ട. ഈ നാട്ടുകാർ കേട്ടോണ്ടെന്നാ എനിക്കാണ് നാണക്കേട്. എന്നെ സാറേ എന്ന് വിളിക്കണ്ട. എടാ ഇനി വന്നാണ് ഞാൻ പറയട്ടെ. എന്ത്? അത് നിന്നെ ഞാൻ സാറേ എന്ന് വിളിക്കുമ്പോഴേ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കണ വേറെയാണ്. അതെന്താണ്? നീ വാ. സാറേ. അതോ വേറൊരു സാറ് വരുന്നു. കസ്റ്റമർ വരണം, മാന്യമായിട്ട് പെരുമാറിക്കണം. മുതലാളി ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. രാവിലെ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ മെനഞ്ഞാൻ 500 കോഴിയെ കൊടുത്തില്ലേ? ഇപ്രാവശ്യം 1000 കോഴി എവിടെ വന്ന് ലൂസ ഹോട്ടലിൽ നിന്ന് വിളിച്ച് 250 പോരാ 500 വേണമെന്ന്. എന്ത് ചെയ്യുന്നു? ചോളാബാരിന്നൊക്കെ ഇപ്പൊ വിളിയാ. നമ്മുടെ കോഴി മതി, നമ്മുടെ കോഴി. ഇത്രയും നല്ല കോഴി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ മുട്ടേരാരും നീ മറന്നോവല്ലേ? അയ്യോ, 3000 മുട്ട അകത്തിരിപ്പുണ്ട്. പക്ഷെ തികത്തില്ല. കോഴി എടുത്ത് പ്രത്യേകം പറഞ്ഞ ഈ 2 മുട്ടകളായി 6000 മുട്ട കൊടുക്കണം. ഇവിടുത്തെ കോഴി എന്ന് പറഞ്ഞല്ലേ അടിപൊളി കോഴി. മോലാളി ചീത്ത കോഴിയെ വിൽക്കത്തേ ഇല്ല. അന്നാള് തന്നെ ഒരു ദിവസം 500 കോഴിക്ക് കോഴി വസന്ത വന്ന് മുതലാളി അത് വിറ്റില്ല. എന്ത് ചെയ്ത്? അനാഥാലയത്തിന് കൊടുത്തു. എന്റെ സാറേ നമസ്കാരം. സാറേന്ന് വിളിക്കണ്ട. അല്ല വേണ്ട, മുതലാളി സാറേന്ന് വിളിച്ചോ. അവനെ വിളിച്ചോ. അവനെ സാറേന്ന് വിളിച്ചോ. അവനെ സാറേന്ന് വിളിച്ചോ. സാറേ നമസ്കാരം. എന്നെ വിളിക്കണ്ട. എപ്പോഴും മുതലാളിയെ വേണം സാറേന്ന് വിളിക്കാൻ. സാറേ സാറേ നമസ്കാരം. എന്നെ വിളിക്കണ്ട. അല്ലെ നിങ്ങളെ വിളിക്കണ്ടേ? ഒരു കാര്യം, നിങ്ങൾ തർക്കം ഒഴിവാക്ക്. നിങ്ങൾ 2 പേരെ ഞാൻ വിളിക്കാം. സാറേ സാറേ. മതിയായല്ലേ സാറേ? പിന്നെ ഞാൻ വന്നത്, നാളെ എന്റെ വീടിന്റെ പാലുകാച്ചാണ്. കോഴി വേണം. അയ്യോ, പാല് തരുന്ന കോഴി ഇവിടെ ഇല്ല. അതല്ലെന്നേ, കറി വെക്കാൻ പറ്റുന്ന കോഴികളെ വേണം. ഓ, കറി വെക്കാൻ കോഴിയെ വേണം. അതെ 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 അതെ. അപ്പോ അച്ഛൻ പറഞ്ഞു വെജിറ്റേറിയൻ മതിയെന്ന്. അല്ലേ? പിന്നെ അച്ഛൻ പറയുന്നത് കേൾക്കണം. വെജിറ്റേറിയൻ മതി. വെറുതെ കോഴിയെ പഠിക്കുന്നത്. അല്ല, ഞാൻ കോഴിക്കറി വെക്കാൻ തീരുമാനിച്ചു. എന്തിനാ വെറുതെ അച്ഛൻ പറഞ്ഞ കോഴിക്ക് വേണ്ട, വെജിറ്റേറിയൻ മതി? അല്ല, പണ്ടേ ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുകയല്ല. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ സാറാണല്ലേ? നല്ല മോനാണ്. ഒന്നുകൂടെ വിളിച്ച സാറേ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സാറേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ എന്ന് വിളിക്കുന്നത്. അപ്പോഴേ അച്ഛൻ ഒരു 300 പേരെ വിളിച്ചു. ഞാനൊരു 300 പേരെ വിളിച്ചു. അപ്പൊ എത്ര വേണ്ടി വരും? അപ്പൊ അച്ഛൻ ഒരു 300 പേരെ വിളിച്ചു. അണ്ണൻ ഒരു 300 പേരെ വിളിച്ചു. അപ്പൊ 300 300 1ക്ക് 2 2 കാറ് 900. 900 എങ്ങനെയാ ആവണത്? പിന്നെ 300 300 600 600 അല്ലേ? ആര് പറഞ്ഞു? ഞാൻ 3 3 9 അല്ലേ? അയ്യോ എടാ, അത് ഗുണിക്കുമ്പോ ഇത് കൂട്ടിയാ മതി. 300 300 600. അപ്പം ഒരു 150 കിലോ ചിക്കൻ നമുക്ക് എടുക്കാം. 150 കിലോ ചിക്കൻ. അപ്പൊ 150 കിലോ ആകുമ്പോ 300 പേർക്ക് കൊടുക്കാം. 300 പേർക്ക് കൊടുക്കാം. അപ്പൊ 300 പേർക്കുള്ള ചിക്കൻ എടുത്തു. അതെന്ത്?
ഈ അച്ഛൻ വിളിച്ച ഈ ബന്ധന്മാരുണ്ടല്ലോ, അവന്മാർക്ക് പച്ച വെള്ളം ഞാൻ കൊടുക്കത്തില്ല. അവന്മാര് വിശന്നു പൊരിഞ്ഞ് ആ പട്ടി തെണ്ടിയുടെ പൂക്കൾ നോക്കി ഇടിക്കണം. അതാര് പട്ടിത്തണ്ടി? എന്റെ അച്ഛൻ. സാറാണല്ലേ? ഒന്ന് വിളിച്ചേ. സാറേ. അപ്പോഴേ ഇവിടെ ചിക്കൻ എങ്ങനെയാ വില? 180. ഏ? 180. കുറയ്ക്കണം. കുറയ്ക്കണം. ഓ കോ നൂ. ആ. 1 കിലോ കോഴി 150. അഡ്ജസ്റ്റ് ചെയ്ത് പറ. ഓ, അഡ്ജസ്റ്റ് ചെയ്ത് പറയണമെന്ന്. 1 കിലോ കോഴി ഈ കടയിൽ 180 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു 150 രൂപയ്ക്ക് കിട്ടൂ. അല്ല, അത് പറ്റൂല. അത് 150 കൊടുത്താൽ മുതലാവൂല. അതുകൊണ്ടാണ് 150 രൂപയ്ക്ക് തരാൻ നോക്കുന്നത്. 150 രൂപയ്ക്ക് അങ്ങനെ തരണമെങ്കിൽ പിന്നെ കാല് കയറ്റേണ്ടി വരും. കാലില്ലാത്ത വികലാംഗം കോഴിയെ കിട്ടൂ. ഉണ്ടായിരുന്നു. രാവിലെ പഞ്ചായത്ത് ഓഫീസ് വരെ പോയേക്കണം. അതിന് വികലാംഗ പെൻഷൻ അപേക്ഷിക്കും. ആവശ്യം വരുമ്പോ ഈ പുല്ലുകളെല്ലാം കൂടെ പഞ്ചായത്ത് ഓഫീസിൽ പോകണ്ട വല്ല കാര്യം. ഇതൊരു അർബാധമില്ലാത്ത കേസാണ്. നീ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഞാനേ അമ്മായിയപ്പനെ ഒന്ന് വിളിച്ചിട്ട് വരാം. കേട്ടാ? പീസ് വെട്ടുമ്പോഴേ 2 കാൽ അധികം ഇട്ടേക്കണം. ആകെ ഈ 2 കാലുണ്ട്. അതും കൂടെ അധികോട്ടെ ഞാൻ ഇഴഞ്ഞു നടക്കും. വീടിന്റെ പാലുകാച്ചാണല്ലേ? പിന്നെ കല്യാണത്തിന് ആരെങ്കിലും പാലുകാച്ച നടത്തുകൂടാ? ഇടാ, ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും വീടിന്റെ പണി അങ്ങ് തീർത്തു. ഇനി ആ റൂഫിന്റെ പണിയും കൂടെ കുറച്ച് തീർത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. റൂഫിന്റെ പണിയുണ്ടോ ഇനി? റൂഫിന്റെ പണിയുണ്ട്. എനിക്കും ഒരു റൂഫ് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹം. പണിയണം. പക്ഷേ ഞാൻ ഒരുത്തന്റെ അടുത്ത് 1.5 ലക്ഷം രൂപ പറഞ്ഞു. പറഞ്ഞവന്റെ 2 ചെറിയും കൂടെ വെച്ച് വെൽഡ് ചെയ്യണം. അത്രയൊന്നും ആവത്തില്ലെന്ന്. 2500 സ്ക്വയർ ഫീറ്റിന് ഒരു റൂഫ് പണിയാൻ എത്ര രൂപ വേണം? ഒരു 45,000 രൂപ. അത്രേ ആവത്തുള്ളൂ. 45,000 രൂപ? പിന്നെ ആളിനെ വേണം. നാളെ രാവിലെ ആളിനെ തരാം. വേണം. 1 മാസം കഴിഞ്ഞ് മതി. 1 മാസം വരെ കാത്തിരിക്കുന്നതിന് മുമ്പ് മഴയൊക്കെ മാറിയിരിക്കുന്ന സമയം ആളത്തോടെ ചെയ്. വീടിന്റെ മേളിൽ വാർത്താലല്ല അതിന്റെ മേളിൽ റൂഫ് കെട്ടാൻ പറ്റും. 1 മാസം ആവും. അതെന്താ വാർക്കാഞ്ഞത്? ഭിത്തിയൊന്നും കെട്ടിയിട്ടില്ല 4 സൈഡില. ആ ഭിത്തി കെട്ടിയാലല്ലേ വാർക്കാൻ പറ്റൂ. അന്ന് ഭിത്തി കെട്ടാഞ്ഞത്? അടിസ്ഥാനം കെട്ടിയാലല്ലേ ഭിത്തി കെട്ടാൻ പറ്റൂ. അടിസ്ഥാനം കെട്ടിട്ടില്ല. അടിസ്ഥാനം കെട്ടാഞ്ഞത്? വല്ലവന്റെ പെരടത്തി കൊണ്ട് അടിസ്ഥാനം കെട്ടി അവന്മാര് സമ്മതിക്കും. മേടിക്കണം, മേടിച്ചിട്ട് കെട്ടണം. അതെന്ത് മേടിക്കാഞ്ഞത് സ്ഥലം? അണ്ണാ കയ്യില് കാശില്ല. എന്ത് കാശില്ലാത്തത്? അണ്ണാ ഞാൻ ഈ കോഴിക്കടയിലല്ലേ ജോലി ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ള കുറെ തെണ്ടികൾ വന്ന് കോഴിയെ മേടിച്ചിട്ട് കടം മേടിച്ചിട്ട് അങ്ങ് പോവും. അങ്ങേരും എൻ്റെ അടുത്ത് കറയും. അതുകൊണ്ട് കടം പറയരുത്. നമ്മളിച്ചിരി കാശും പുത്തനൊക്കെ ഉള്ള ടീമാണ് കേട്ടാ. നമ്മളെ കഷ്ടപ്പെട്ടാണ് വീട് വെച്ചേക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മളെ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കരുത്. ഒരു കാര്യം ചോദിക്കട്ടെ, വീടിന്റെ പൂശൊക്കെ കഴിഞ്ഞു? അത് അടിസ്ഥാനം കെട്ടിയപ്പോഴേ കഴിഞ്ഞു. അതങ്ങനെ അടിസ്ഥാനം കെട്ടിയപ്പോഴേ പൂശ കഴിയുന്നു? വാനം എടുക്കാൻ വന്നവര് കണാ കുണാന്ന് എടുത്തു വെച്ചു. അപ്പഴേ പിടിച്ച് പൂശ കൊടുത്ത് 2 പടേ പടേ. ചുമ്മാതല്ല അവൻ കണാ കുണയെന്ന് പണിതത്. അതൊക്കെ പോട്ടെ. പിന്നെ വീട് വെക്കുമ്പം എപ്പോഴും കക്കൂസിന് ബാത്റൂമിന് മുൻതൂക്കം കൊടുക്കണം. ഈ 10-300 പേരെ വിളിച്ചേക്കുന്നത് ഞാൻ ബാത്റൂം കാണിക്കാനടേ. ഞാൻ കഷ്ടപ്പെട്ട് വീട് വെച്ച് കാണിക്കാനല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ വാരിയാച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് വലിയ ഗെയിം വെച്ച് ചോദിക്കും, ബാത്റൂം ഉണ്ടോടോ എവിടെ എന്ന് ചോദിക്കും. അവർ ബാത്റൂമിൽ കയറുമ്പോ അത്ഭുതപ്പെടണം. അത്രയ്ക്ക് അടിപൊളിയായിരിക്കണം ബാത്റൂം. നമ്മളെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ബാത്റൂമിലുണ്ടല്ലോ നല്ല അടിപൊളി ടൈൽസ് ആണ് ഇട്ടേക്കുന്നത്. അതാണ് ഈ ടൈൽസിൽ കാട്, മരം, പുഴ, കുറ്റിക്കാടുകൾ, അങ്ങനെ നല്ല ഒരു അന്തരീക്ഷമാണ്. അതെന്തിന്? നമുക്ക് ചെന്ന് ഇരിക്കുമ്പം ഒരു ഫീൽ ഉണ്ടാവണം. റബ്ബർ തോട്ടമൊന്നും മറന്നിട്ടില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞേ ഇരിക്കൂ. തീർത്ത് അയ്യോ നിന്ന് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എന്താണ്? ഒരുപാട് സ്ഥലത്ത് പോകണം. ബിരിയാണി വെക്കാനുള്ള തുണ്ട്, ബിരിയാണി അരി, ക്യാരറ്റ്, പച്ചമുളക്, സവാള, എലിവിഷം. എലിവിഷം? അതെന്തിന് എലിവിഷം? ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ആ തന്തപ്പടിയില്ലേ ഒരുമാതിരി കടാ കൊണാന്ന് പറഞ്ഞ അപ്പൊ തന്നെ എലിവിഷം കളിക്ക് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കും. ഈശ്വര ഭഗവാനെ ആയുരാരോഗ്യത്തോടു കൂടി അങ്ങ് ഇരുന്നോണേ. നിങ്ങളല്ലേ പറഞ്ഞപ്പോ എലിവിഷം കൊടുക്കുന്നു, പിന്നെ ആയുരാരോഗ്യത്തോട് പ്രാർത്ഥിക്കുന്നതിന്? അയാൾ ആയുരാരോഗ്യത്തോട് ഇരുന്നാലല്ലേ എലിവിഷം കടക്ക് കൊടുത്താൽ അങ്ങനെ ചാവത്തുള്ളൂ. എലിവിഷം തിന്നാ ചാവുണ്ണ? എലി വിഷം തിന്നാ എലി ചാവും. അതല്ല ഞാൻ ചോദിച്ചത്, ഈ എലിവിഷം കലക്കി കൊടുത്താ ആരോഗ്യമുള്ളവർ ചാവുമെന്ന്. അപ്പോഴേ തട്ടിപ്പോവില്ലേ? ഉറപ്പാണ്. പിന്നെ മുതലാളിയിലൊന്ന് പരീക്ഷിക്കണം. നിന്റെ മോലാളി എങ്ങനെയുണ്ടേ? എന്റെ മോലാളിയാ
എന്റെ മോനാളി ഇത് കൂട്ട തോൽവി. കണ്ടപ്പോഴേ പക്ഷെ ഞാൻ 4 കോടി കൊടുത്തു 2 കോടി കൊടുത്തത്. ഒരാളി അവൻ പറഞ്ഞു കൂട്ട തോൽവി. മര്യാദക്ക് പോയി അവിടെ പോലെ ജോലി ഉണ്ടായി ചെയ്. നിങ്ങൾ ഇറച്ചിക്കല്ലേ വന്നത്? പോയി. അല്ല എവിടെ പോയിരുന്നു ഇടയ്ക്ക്? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അമ്മായിയപ്പനെ ഒന്ന് വിളിക്കാൻ പോയിരുന്നു. അറിഞ്ഞൂടെ മുതലാളി കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ ബന്ധം കഴിച്ച് 13 വർഷമായി. അത് പറയില്ല, അത് പറയരുത്. മുതലാളിയുടെ വിഷമം നാട്ടുകാരും കൂടെ അറിയണം. മുതലാളി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. 13 വർഷമായി ബന്ധം ഒഴിച്ച് നിൽക്കുക. എന്നാലും മുതലാളി എന്നും വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഫോൺ എടുത്ത് അമ്മായിയപ്പനെ വിളിക്കും. അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? അപ്പൊ അമ്മായിയപ്പൻ എന്താ പറഞ്ഞ, എടാ തെണ്ടി പട്ടി, താടി വളർത്തിയ ഉണ്ട കണ്ണ, കോഴിയുടെ കൂടെ ജീവിക്കുന്നവനെ നിന്റെ കൂടെ അവളെ പറഞ്ഞു വിടൂല. അപ്പൊ ഈ മുതലാളിക്ക് നിർത്തിക്കൂടെ? നിർത്താം. പിറ്റേന്നും ചോദിക്കും അവളെ പറഞ്ഞു വിടുവോ? അയാൾ പറയും പറഞ്ഞു വിടൂല. 3-ാമത്തെ ദിവസം ചോദിക്കും പറഞ്ഞു വിടുവോ? ഇങ്ങനെ 13 വർഷമായിട്ട് ചോദിക്കുക പറഞ്ഞു വിടൂല. അല്ല ഇങ്ങനെ ചോദിക്കുന്ന പിന്നെ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്? അല്ല അവളെ ഇങ്ങോട്ട് വിടൂല എന്ന് പറയണത് കേൾക്കുമ്പോഴേ ഭയങ്കര രസം. അല്ല ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ പതുങ്ങി പോകാനുള്ള കാരണം എന്തോന്നു? മോലാളിക്ക് കുട്ടികളുണ്ടാവൂല. മോലാളി കുട്ടി ഉണ്ടാവാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് എവിടെയെല്ലാം ഉരുണ്ടെന്നറിയോ? അവസാനം മോലാളി ക്ഷീണിച്ചപ്പോ ഞാനാണ് ഉരുണ്ടത്. ഈ സാമദ്രോഹി ഒറ്റ ഒരുത്തനാണ് എന്റെ കുടുംബജീവിതം പൊളിച്ചത്. ഞാൻ അവളെ കൊണ്ട് ആശുപത്രിയിൽ ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളുണ്ടാവൂല. അപ്പൊ ഞാൻ അവളുടെ അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അവക്കാണ് കുട്ടികളുണ്ടാവാത്തത്. യവന്റെ അടുത്ത് ഞാൻ ആ രഹസ്യം ഒന്ന് പറഞ്ഞ് എന്റെ ചെറുക്കനല്ലേ ഈ സാമദ്രോഹി കുരുവരായി അന്ന് രാത്രി അവളെ പറഞ്ഞ് അവൾ പോവുകയില്ല. ഒന്നുമില്ലാലും ഞാൻ ഉരുണ്ടതല്ലേ മോലാളി, ആ ഒരു സ്നേഹം പറ്റി അമ്മയ്ക്ക് എടുത്ത് പറഞ്ഞാണ്. നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ പോയിട്ട് വരി. അപ്പം ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോഴത്തേനെ എല്ലാം വെട്ടി വെക്കണം. എന്റെ ഫോൺ നമ്പർ എഴുത്, വിളിച്ചാ മതി. വിളിച്ചാ മതി. 1 മിനിറ്റ് അങ്ങോട്ട് പറ. 99,88,45,523. ഞാൻ എഴുതൂല. എന്നാ ഇവിടുത്തെ നമ്പർ ഇങ്ങോട്ട് പറ. എളുപ്പം കിട്ടുന്നതായിരിക്കും. 101 108. ഇത് വിളിച്ച് ഇറച്ചി കിട്ടൂ? ഇറച്ചി കിട്ടൂല, ഇറച്ചി മണ്ണ് പറ്റും. വൈകിട്ടേക്ക് വന്നാ മതി, ഇണച്ചി ഇവിടെ റെഡിയാക്കി വെച്ചാൽ. വൈകിട്ട് ഞാൻ പോയിട്ട് വരും, അപ്പോഴത്തെ ഇറച്ചി വെട്ടി വെച്ചേക്കണം. മുതലാളി, 150 കിലോ കോഴിയൊക്കെ അറക്കുമ്പോ രക്തം വരും. അതുകൊണ്ട് ഇത്രയും രക്തം കാണുമ്പോ എന്റെ തല ഇറങ്ങും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താണ്ട് വിഷം കൊടുത്ത് കൊല്ലാം. അപ്പോഴ് തിന്നുന്നവൻ അങ്ങ് പൊക്കോളും. മര്യാദക്ക് പോയി പണിയടാ. ആ കാഷ്ടമല്ല മാറിക്കളാ. പോ ചെല്ല്. അല്ല വന്നേക്കുന്നു. എല്ലാം വാരിക്കളയണം കേട്ടാ. ഇങ്ങോട്ട് വാ. ആ വാരിക്കളയാൻ പറഞ്ഞ കാര്യം അറിയാല്ലേ? എന്തിനാണ് വാരിക്കളയാളാ? കാഷ്ടം തൂത്ത് വൃത്തിയാക്കി കളയണം. മനസ്സിലായ? അപ്പൊ മോലാളി ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എന്നും രാവിലെ വന്ന് ഇവിടെ കട തുറക്കും. എന്നിട്ട് നമ്മൾ രണ്ടോ ആ വലിയ കോഴിക്കൂട്ടിലോട്ട് കയറും. ചൂലെടുത്ത് വെച്ച് ഈ കാഷ്ടം മൊത്തം വാരും. എന്തിനു നമ്മൾ അങ്ങനെ മെനക്കെടുന്നത്? ഞാനൊരു പുതിയ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. പറയടാ. നമുക്ക് ഈ കോഴിക്ക് മൊത്തം സ്നഗ്ഗി ഇട്ട് കൊടുത്താലോ? ശരിയാവില്ല, വേണ്ട. ഒരു കസ്റ്റമർ വരുന്നുണ്ട്, മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. മാന്യമായിട്ട് സംസാരിക്കണം. മുതലാളി ഉണ്ടോ? ഉണ്ടാക്കി മുതലാളി ഒന്ന് കാണണം. മുതലാളി ഒന്ന് കാണണോ? മുതലാളി കാണാൻ ഇയാളാര്? ഞാൻ പ്രകാശൻ. എന്തായാലും പ്രകാശൻ, എനിക്ക് മുതലാളി ഒന്ന് കാണണം. കാണാൻ പറ്റൂല. കാണാൻ പറ്റില്ല. എന്തോന്നാ ഈ കാണിക്കണത്? ഞാൻ പറഞ്ഞില്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണമെന്ന്. ഇത് കസ്റ്റമർ അല്ല, പിന്നെ പ്രകാശൻ. ഓടാ പോയി വലിയ ജോലി ചെയ്യ്. ഓ പ്രകാശൻ. അയ്യോ അതണ്ണാ. പിന്നെ ഞാൻ കല്യാണം
പ്രകാശം വിളിക്കാൻ വന്നേ. അല്ല, ഞാൻ പ്രകാശം കല്യാണം വിളിക്കാൻ വന്നേ. ശരി, ശരി. അതെ, തലേന്ന് ഒരു 300 മുട്ട വേണം. അയ്യോ, തലേന്ന് മുട്ട കിട്ടൂല, മൂട്ടിക്കൂടെയാണ് മുട്ട പോണത്. കല്യാണ തലേന്ന് ബെറോട്ടർ ഇവിടെ മുട്ട കറിയാണ് വരുന്നത്. അപ്പൊ അതിന് കുറച്ച് മുട്ട വേണം. മുട്ട വേണം. പക്ഷെ ഞങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങി ഒന്നും ശീലമില്ല. അത് കല്യാണം എന്നു പറഞ്ഞാ കല്യാണം അടുത്ത ആഴ്ച. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിച്ച് ശീലിച്ചോളൂ. അതല്ലെന്ന്, ഇപ്പൊ ഈ കല്യാണത്തിന് വേണ്ടത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടുള്ള മുട്ടയൊക്കെ നമ്മൾ തന്നെ നിങ്ങൾ ഇടോ? അയ്യോ, ഞങ്ങൾ ഇടുവെന്നല്ല, പിന്നെ ഞങ്ങളെ വീട്ടിലെ കോഴി തന്നെ ഇടും. നിങ്ങളെ കോഴി പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ ഈ അത്രയും ഈ വരുന്നവർക്കെല്ലാം കൊടുക്കാനുള്ള മുട്ട നിങ്ങളെ വീട്ടിൽ ഉണ്ട്? വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്. എത്ര കോഴിയുണ്ട്? കോഴി 3 കോഴിയുണ്ട്. പൂവൻ എത്ര, പെട എത്ര? 2 പൂവനും 1 പെട. അപ്പൊ നിന്റെ കോഴിക്ക് രാവിലെ എഴുന്നേറ്റ് മുട്ടയടക്കം തന്നെയുടെ ജോലി, വേറെ ഒന്നും ഇല്ലേ? ഡേയ്, നിന്റെ കോഴിയുടെ അടുത്ത് പറഞ്ഞ ഇടയ്ക്കൊന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറയണം കേട്ടാ. എന്നാ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങാറില്ല, എല്ലാം സ്വന്തമായിട്ട്. അതെ അതെ, എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ചോറ് കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന്, അപ്പൊ പച്ചക്കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന്, പഴവർഗ്ഗങ്ങൾ കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന്, കല്യാണം കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന്. അത് കൊല്ലത്ത്. അതെങ്കിലും കൊല്ലത്തുനിന്നായാലും ഭാഗ്യം, മഹാഭാഗ്യം. അണ്ണാ, എനിക്ക് ഈ കല്യാണത്തിലൊന്നും വലിയ താല്പര്യമില്ല. ചുമ്മാ ഇപ്പൊ തന്നെ കല്യാണം എന്ന് പറഞ്ഞ 5-6 ലക്ഷം രൂപയല്ലേ പൊട്ടിച്ച് കളഞ്ഞത്. അതാവൂടാ, തൊട്ടോട്ട് വരുമ്പോ ഓരോ കാര്യങ്ങളാകുമ്പോ 5-6 ലക്ഷം രൂപ ചെലവാകും, അതുള്ളത് തന്നെ. വീട്ടിൽ അച്ഛനും അമ്മച്ചിയും കൂടെ ഒരേ നിർബന്ധം, മോനൊരു താങ്ങ് വേണമെന്ന്. അപ്പൊ ഒരു തൂണ് കുഴിച്ചിടാനുള്ളതിനാണ് നീ 5-6 ലക്ഷം രൂപ ചെലവാക്കണേ, അല്ലേ? അയ്യോ, എന്നാ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ ഒരു കോഴിയുടെ തുണ്ട് തന്നിട്ടുണ്ട്. കോഴിയുടെ തുണ്ടു ഇറങ്ങി. അതല്ലെന്ന്, ഈ കോഴി കറിയില ഇതിന്റെ വേണ്ടത് ഇതിപ്പോ ഒരുപാട് പൈസ പോലടാ തന്നെ. അതെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ കുടുംബപരമായിട്ട് ഈ ഹെൽത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന അത് ആൾക്കാരാ. കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്ക് നല്ല നാടൻ മുട്ട തന്നെ വേണം. നല്ല നാടൻ മുട്ട തരാം, നല്ല നാടൻ മുട്ട തന്നെ തരാം. തമിഴ്നാടൻ മുട്ട. എന്റെ പൊന്നെ, തമിഴ്നാട് എന്ന് പറഞ്ഞ വരുത്ത മുട്ട എന്ന് വേണ്ട, പിന്നെ പ്രദേശത്തൊക്കെ ഉള്ള മുട്ട മതി. പ്രദേശത്തുള്ള മുട്ട മതി. തരാം. ഇന്നാ പിടിച്ചോ, ആന്ധ്രാപ്രദേശ് മുട്ട. ഇനി മധ്യപ്രദേശിലൊരു മുട്ടയുണ്ട്, വേണോ? ഈ മുട്ട എന്താണ് ഇത്രയും വലുതായിട്ടിരിക്കണ? എടാ, അത് ഈ കോഴി 5-6 ദിവസം ഇടാതിരുന്ന് വിമ്മിഷ്ടപ്പെട്ട് ഇട്ടതാണ്. ആഹാ, അങ്ങനെയാണല്ലേ. അതെ, എനിക്ക് കല്യാണം കഴിഞ്ഞ് കച്ചവടം തുടങ്ങിയ ഒരു പ്ലാൻ ഉണ്ട്. വൃത്തിയായിട്ടോന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറയണോ രാവിലെ വന്നിന്ന്? എന്താ പറയണത്? എന്നാ അങ്ങനെയല്ല, നീ കൃഷിയൊക്കെ മതിയാക്കിയിട്ട് ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ട്. ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഈ കോഴി എങ്ങനെ? അയ്യോ, കോഴി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായ അംഗപാലും 2 ചിറകും ചുണ്ടും പൂവും വെച്ച് ഇങ്ങനെയാണ് കോഴി. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കോഴിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? പിന്നെ പ്രോഫിറ്റേ ഉള്ളു. ഞാനും മുതലാളിയുടെ രാവിലെ വരും 2 ചൂലെടുക്കും, കോഴിക്കൂട്ടിലോട്ട് കയറും, ഈ പ്രോഫിറ്റ് മൊത്തം തൂത്ത് കൂട്ടും. 2 ഇട്ടേക്കുന്നുണ്ടാ. പിന്നെ പ്രോഫിറ്റിന് ചെറിയ വാടക. മതി. ഇനി വന്നാണ് നിന്റെ കോഴി അറുത്ത് വെക്കാൻ പറഞ്ഞു. കോഴി അറുത്ത് വെച്ചു. ഞാൻ ഒരു 25 കോഴി എടുത്ത് മാറ്റിയിട്ടിരുന്നല്ലോ, അതിനെ തന്നെ അറുത്തത്. ആ അണ്ണാ, പിന്നെ 25 കോഴി അറുത്തപ്പോ ഒരു സംഭവം ഉണ്ടായി. ഞാൻ തൂക്കി നോക്കിയപ്പോ നമ്മൾ ഈ പറഞ്ഞ 150 കിലോ ഇല്ല, അത് വരുമല്ലോ, 80 കിലോ ഉള്ളു. പിന്നെ ഞാനൊരു കാര്യം ചെയ്ത് അപ്പുറത്തെ കൂട്ടി കിടന്ന ഒരു 30 കോഴി കൂടെ അറുത്തങ്ങ് തള്ളി. ഇപ്പൊ 150 കിലോ. ഓക്കെ. എടാ, അപ്പുറത്തെ കൂടെ ഇട സൈഡിൽ കിടന്ന കൂടെ, ഇട സൈഡില വെളുത്ത കൂട്. അത് പിടക്കോഴികളല്ലേടാ, അതിന്റെ മുട്ട ഉണ്ടല്ലേടാ നമ്മളിവിടെ ജീവിക്കണത്. അണ്ണാ, ഈ പിടക്കോഴി എന്ന അണ്ണൻ എന്തെണ്ണാ? അണ്ണൻ എന്ത്? എടാ, പിടക്കോഴി ആരെങ്കിലും അറുത്ത് കൊടുക്കടാ. പൂവൻ കോഴിയല്ലേടാ അറക്കാനുള്ളത്. എന്റെ പൊന്നെണ്ണ, നമ്മുടെ പൂവൻകോഴിയെ കണ്ടില്ലേ? നല്ല അംഗപാലും പൂവൊക്കെ. എങ്ങനെ അറുക്കണം അതിനെ കണ്ടാ? അതുകൊണ്ട് ഈ പടക്കോഴി എന്ന് പറഞ്ഞാൽ കണ്ടാ നാറ്റ കേസും മണവൂര. അയ്യോ, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് അറുത്ത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്റെ മുട്ട അത് പൊട്ടി.